നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ റബ്ബർ മാർക്കറ്റിൽ നിക്ഷേപകർ ലാഭമെടുപ്പിന് നീക്കം തുടങ്ങി. വാരാന്ത്യമായതിനാൽ പുതിയ ബാധ്യതകൾക്ക് ഇടപാടുകാർ താൽപ്പര്യം കാണിച്ചില്ല. ഇതിനിടയിൽ യൂറോപ്യൻ യൂണിയൻ ചൈനീസ് ടയർ ഇറക്കുമതിക്ക് ആൻറ്റി ഡംപിംഗ് തീരുവ ഏർപ്പെടുത്തിയത് ടയർ വ്യവസായികളെ രാജ്യാന്തര റബ്ബർ വിപണിയിൽ നിന്നും അല്പം പിന്തിരിപ്പിക്കാം. ബാങ്കോക്കിൽ നിരക്ക് കിലോ 287 രൂപയിലാണ്. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ 5 ദിവസമായി 421 എന്നിലെ പ്രതിരോധം മറികടക്കാൻ റബ്ബർ നടത്തിയ ശ്രമം വിജയിക്കാഞ്ഞത് ഓപ്പറേറ്റർമാരെ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചതോടെ നിരക്ക് 417 yen വരെയും താഴ്ന്നു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 278 രൂപയിലെത്തി. നാളികേര ഉൽപ്പന്നങ്ങൾ തുടർച്ചയായ 3ാം ദിവസവും മികവിന് ശ്രമിച്ചെങ്കിലും പ്രാദേശിക വിപണികളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് വേണ്ടത്ര അന്വേഷണങ്ങൾ എത്താഞ്ഞത് തിരിച്ചടിയായി. ഇന്നലെ 675 രൂപ വർദ്ധിച്ച കാങ്കയം മാർക്കറ്റിൽ ഇന്ന് എണ്ണവില 325 രൂപ ഇടിഞ്ഞു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വിലയിൽ മാറ്റമില്ലെങ്കിലും മില്ലുകാർ കൊപ്രയ്ക്ക് 100 രൂപ ഉയർത്തിയത് ഉൽപ്പാദകർക്ക് നേട്ടമായി. ഏലയ്ക്ക ലേലത്തിൽ 1,00,000 കിലോയിൽ അധികം ചരക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് എത്തിയതിൽ ഏറിയ പങ്കും ഇടപാടുകാർ ശേഖരിച്ചു. ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നുള്ള ഡിമാൻഡിൽ ശരാശരി ഇനങ്ങൾ കിലോ 2,805 രൂപയായി കയറി. മികച്ച ഇനങ്ങൾ 3,696 രൂപയിലും ഇടപാടുകൾ നടന്നു. മൊത്തം 47,264 കിലോ ഏലക്കയുടെ കൈമാറ്റം നടന്നു. അടയ്ക്ക കാസർഗോഡ് പുതിയ അടയ്ക്കയ്ക്ക് 390 രൂപ മുതൽ 475 രൂപ വരെയും പഴയതിന് 400 രൂപ മുതൽ 550 രൂപ വരെയും. കോക്കനട്ട് ഓയിൽ കാലിക്കട്ട് ഓയിൽ മില്ലിംഗ് 243 രൂപ, കൊപ്ര 142 രൂപ. തൃശ്ശൂർ ഓയിൽ മില്ലിംഗ് 228 രൂപ, കൊപ്ര 143 രൂപ. കാൻകയം ഓയിൽ മില്ലിംഗ് 208 രൂപ 50 പൈസ, കൊപ്ര 138 രൂപ. കൊച്ചി ഓയിൽ 225 രൂപ, മില്ലിംഗ് 230 രൂപ, കൊപ്ര 137 രൂപ. ഇന്നും റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.